ഹലോ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് അതുകൊണ്ടൊരു വെജ് ഡിഷാണ് ഇത്. സാബുനരി നന്നായി കഴുകി കുതിർത്ത് വയ്ക്കണം. ഒരു 3 മണിക്കൂർ നേരത്തേക്ക് കുതിർത്ത് വയ്ക്കുക. നിരപ്പായിട്ട് മാത്രം വെള്ളം, നികക്കെ വെള്ളം മാത്രം ഒഴിച്ചിട്ട്, ഒരിക്കലും അധികമാവരുത്. ഇത് മുഴുവൻ കുടിച്ച് നല്ല പൂർണ്ണമായും കുതിർന്ന് നല്ല മുത്തുമണികൾ പോലെ ആയി വരും. ഒട്ടും വെള്ളം ഉണ്ടാവില്ല. അതിനാണ് വെള്ളം അധികമായി പോകരുത് എന്ന് പറയുന്നത്. അതിനുശേഷം ഇതൊന്ന് സ്റ്റീമറിൽ വെച്ച് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. ഞാൻ ആവി കയറ്റിയത് കുറച്ച് സമയം അധികമായിപ്പോയി. നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യണം. ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. കിച്ചടി എന്നാണ് നോർത്ത് ഇന്ത്യക്കാർ പറയുന്നത്. അതിനെക്കൊണ്ട് ഒരു ദോഷവും വന്നിട്ടില്ല. പക്ഷേ എന്നാലും നല്ലത് മറ്റേതാണ്. പിന്നീട് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചതും, ഒരു പച്ചമുളകും, ഒരു ചെറുനാരങ്ങയുടെ പകുതി മുറിച്ചതും, 2 സ്പൂണ് നിലക്കടല, പച്ചക്കടല, നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന പച്ചക്കടല. അതിനുശേഷം നോൺ സ്റ്റിക്കിലാക്കിയെങ്കിൽ നമുക്ക് വളരെ എണ്ണ കുറച്ചാക്കി കൊണ്ടുവരാം. അതുകൊണ്ട് കഴിയുന്നതും അതിൽ തന്നെ ആക്കാൻ ശ്രമിക്കുക. ഒരല്പം എണ്ണ ഒഴിച്ച് ഈ ഉരുളക്കിഴങ്ങ് വേവുന്നത് വരെ നന്നായി വാട്ടിയെടുക്കണം. നേർങ്ങയായി മുറിച്ചാൽ അത് നല്ല റോസ്റ്റായി വരും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് വെള്ളം ഒഴിച്ച് വേവിക്കുന്നൊന്നുമില്ല. ഇനി അതൊരു പകുതി വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിൽ എണ്ണ ഇല്ലാത്തത് കൊണ്ടാണ് പിന്നീട് എണ്ണ ഒഴിക്കുന്നത് ഒരു സൈഡിൽ. അത്രയും കുറച്ച് എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഈ നമ്മുടെ ഒരു പച്ചമുളക് ഉണ്ടല്ലോ, അത് മുറിച്ച് വെച്ചതും ഒരു 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് ഒന്ന് ചൂടാക്കുക. അത് റോസ്റ്റായി വന്ന് ജീരകത്തിൻ്റെ മണമൊക്കെ വന്നാൽ നമ്മൾ എടുത്തു വെച്ച പച്ചക്കടല അതും ഒന്ന് റോസ്റ്റ് ആവുകയേ വേണ്ടൂ. കാരണം അതൊന്ന് വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വളരെ ഹെൽത്തിയാണിത്. നോർത്ത് ഇന്ത്യയിൽ വ്രതമെടുക്കുന്ന സമയത്ത് ഗോതമ്പും അരി ഭക്ഷണവും അവർ കഴിക്കില്ല. അതിന് പകരം കഴിക്കുന്നതാണ് ഈ സാബുനരി. സാബുനരി ഷുഗറുള്ളവർ ശ്രദ്ധിച്ച് കഴിക്കണം. അത് മരച്ചീനി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷുഗറുള്ളവർ ഒരു നേരമൊക്കെ കഴിച്ചാൽ കുഴപ്പമില്ല. അല്ല, അരിയും ഗോതമ്പും അല്ല എന്ന് വിചാരിച്ചിത് ധാരാളം കഴിക്കരുത്. അത് മരച്ചീനിയാണ്, അതും സ്റ്റാർച്ചാണ്. പക്ഷെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കിച്ചടിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ വലിയൊരു ഭംഗിയൊന്നും കാണില്ലായിരിക്കും, പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നല്ല റോസ്റ്റായി വരുന്ന സമയത്ത് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. ധാരാളം മല്ലിച്ചപ്പ് എന്തായാലും ഇടണം. ഇത് കുറച്ച് കുറഞ്ഞു പോയി. മല്ലിച്ചപ്പും ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞതുമാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. അതൊരിക്കലും ഒഴിവാക്കരുത്. പിന്നീട് അല്പം ഉപ്പ് നോക്കി നമുക്ക് ഉപ്പ് ചേർത്ത് ഇളക്കി റോസ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാബുനരി വേവിച്ചത് ചേർക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ സാബുനരി 3 മണിക്കൂർ കുതിർത്ത് വയ്ക്കണം എന്നുള്ളതുകൊണ്ട് നിങ്ങൾ തലേന്ന് കുതിർത്ത് വെച്ച് അത് വെള്ളമൊക്കെ ആറിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. പിറ്റേന്ന് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ വേറെ ഒരു പണിയുമില്ല. തേങ്ങ വേണ്ട, ഉള്ളി വേണ്ട. ഉള്ളിയൊന്നും ഇതിനൊരിക്കലും ഇടരുത്, അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ഇതായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറി നല്ലൊരു, നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല, അത്രയും നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഈ പുതുവർഷ പുലരിയിൽ നമുക്കിന്ന് നോൺ വെജൊക്കെ ഉപേക്ഷിച്ച് നല്ല രാവിലെ തന്നെ ഈ വെജായിട്ടുള്ള ഒരു ഡിഷ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹാപ്പി ന്യൂ ഇയർ.